ഹായ് ഓൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹ് ഞാൻ ഇന്ന് ചെറിയൊരു അതായത് ഇപ്പം വിൻ്ററൊക്കെ വരാൻ പോവാണ്. അപ്പം ഇവിടെ ഓൾറെഡി ഉള്ളവർക്ക് ഓൾറെഡി ഈ വിൻ്ററിൽ എന്തൊക്കെ നമ്മൾ ഒരു മുൻകരുതലെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ്, അതായത് നമ്മൾ പ്രത്യേകിച്ച് വീടിൻ്റെ ഹീറ്റിങ്ങും അത് റിലേറ്റഡ് ആയിട്ട് വിൻ്ററിന് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന, അതായത് പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിനും അതുപോലെ പുതുതായിട്ട് ഇവിടെ വന്ന ആൾക്കാർക്കും ആദ്യമായിട്ട് വിൻ്റർ ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകൾ താമസിക്കുമ്പോഴത്തേന് ഈ ഡോറിൻ്റെ പെട്ടെന്ന് തണുപ്പ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡോറിൻ്റെ ഗ്യാപ്സ്, വിൻഡോയുടെ ഗ്യാപ്സ് കാര്യങ്ങളൊക്കെ വലിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ഈസി ടിപ്പാണ്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ ചിലപ്പം ചെറിയ ഈ പെർമനൻ്റ് അല്ലാതെ ടെമ്പററി ആയിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ചില സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ റെൻറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് അവിടെ ഒന്നും ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് ആമസോണിൽ ചില ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടന്, കാരണം നമുക്ക് തിക്കായിട്ടുള്ള കർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കർട്ടൻ നമുക്ക് വിൻഡോയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെക്കുക. അതൊരു ചെറിയൊരു ഈസി വേ ആണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹീറ്റിംഗ് ഓൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വലിയ ഹെവി ആയിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഈ ഹീറ്ററിൻ്റെ തൊട്ട് ബാക്കിൽ വരാതിരിക്കാൻ നോക്കുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ഹീറ്റിംഗ് കിട്ടത്തില്ല. അതുപോലെ ഈ എസ്പെഷ്യലി വിൻഡോയുടെ തൊട്ടടുത്തുള്ള റേഡിയേറ്റേഴ്സിൻ്റെ മേളിൽ കർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കർട്ടൻ ഒരിക്കലും ആ റേഡിയേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ആവാതിരിക്കാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ കർട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റേഡിയേറ്റർ ഇടുന്ന സമയത്ത് കുറച്ച് പൊക്കി വെക്കാൻ നോക്കുക. അപ്പം കുറച്ചുകൂടെ നമുക്ക് കാരണം ഹീറ്റിംഗ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് മൊത്തം കർട്ടൻ്റെ വിൻഡോയുടെ ഇടയ്ക്കായിട്ട് പോകത്തേ ഉള്ളൂ. കാരണം ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. പിന്നെ നമ്മൾ റൂം പെട്ടെന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും വലിയ ഹീറ്ററിനെ അതായത് മൊത്തത്തിലുള്ള വീടിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ആയിരിക്കുക. പിന്നെ പെട്ടെന്ന് നമുക്ക് റൂമൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഹീറ്റർ മേടിക്കാം. അതെപ്പോഴും ചെക്ക് ചെയ്യുക, കാരണം ഇലക്ട്രിക് ഹീറ്റർ ആകുമ്പം കൺസംഷൻ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ കൺസപ്ഷൻ നോക്കുക, നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കുക. പിന്നെ അതിൽ തന്നെ നോർമൽ ഈ ഇലക്ട്രിക് ഹീറ്ററും ഉണ്ട്, അതുപോലെ ഓയിൽ ഹീറ്റിംഗ് സിസ്റ്റം, ഓയിൽ റേഡിയേറ്റർ ഹീറ്ററും ഉണ്ട്. ഓയിൽ റേഡിയേറ്റർ ഹീറ്റർ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ എഫക്റ്റീവാണ്, പക്ഷേ അതുപോലെ അതിൻ്റെ റേറ്റും കൂടും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് വിൻ്റർ ആകുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ മോൾഡ്, ഫംഗസ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചീപ്പായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റാറ്റസ്കോള ഷോപ്പുകളിൽ ചെറിയ ഡീഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ സ്പോഞ്ച് പോലത്തെ ഡീഹ്യൂമിഡിഫയേഴ്സ് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുക. എസ്പെഷ്യലി ടോയ്ലറ്റിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫംഗസും മോൾഡും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ വിൻഡോയുടെ സൈഡിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കാം. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഡീഹ്യൂമിഡിഫയർ മേടിച്ച് വെക്കുക. അതാണ് കുറച്ചുകൂടെ നമുക്ക് ഈ ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഒരിക്കലും ഈ നനഞ്ഞ തുണി വീടിനകത്തിട്ട് ഡ്രൈ ചെയ്യാതിരിക്കുക. കാരണം അത് കുറച്ചുകൂടെ നമ്മൾ വീടിനെ കുറച്ചുകൂടെ തണുപ്പിക്കും. അതുകൂടാതെ ഫംഗസ് കയറാനുള്ള ചാൻസ് അല്ലെങ്കിൽ മോൾഡ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് പെട്ടെന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടെ ഞാനിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 25 പൗണ്ട്സിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിനനുസരിച്ചുള്ള അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ എപ്പോഴും സേഫ്റ്റിക്ക് അത് ഇട്ടിട്ട് കിടക്കാതിരിക്കുക. അതായത് പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്ത് അത് കിടക്കുന്നതിന് മുമ്പ് സ്വിച്ച് ഓൺ ചെയ്യുക. ആ ഹീറ്റ് ആയതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കിടക്കുക. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഒരിക്കലും അതിൽ കിടക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലോത്ത് ഒരിക്കലും വാഷ് ചെയ്ത് വീടിനകത്ത് ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എക്സ്ട്രീം കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബെഡ്റൂമിലോ അങ്ങനെയുള്ള സ്പേസിലോ വെക്കാതിരിക്കുക. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലിവിങ് റൂമിൽ വെക്കുക. അത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഹീറ്റർ യൂസ് ചെയ്യുന്നതാണ്, എസ്പെഷ്യലി വാട്ടർ. അപ്പം എല്ലാത്തിനും നമ്മൾ വാട്ടർ ഹീറ്ററിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് വാട്ടർ ഫ്ലോ വരുമ്പോഴത്തേനും നമ്മൾ ഹീറ്റർ ബോയിലർ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഗ്യാസും കൺസ്യൂം ചെയ്യും, ഇലക്ട്രിസിറ്റിയും കൺസ്യൂം ചെയ്യും. ചിലപ്പം ആവശ്യത്തിന് മാത്രം ഹോട്ട് വാട്ടർ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഷവർ ചെയ്യുമ്പം പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ബാത്റൂം ഡോറ് തുറന്നിടുക. അപ്പം
അതിനകത്തുള്ള ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആ വാട്ടർ വേപ്പേഴ്സ് പുറത്തേക്ക് പോകും. അപ്പം ഒരിക്കലും ആ ബാത്റൂമിനകത്തേക്ക് ഈ ഹീറ്റ് നിന്നൊരു മോൾഡ് ഫോർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം നിൽക്കുന്ന ഒരു പ്രശ്നം നമുക്ക് ഒരു ലിമിറ്റിനപ്പുറത്ത് കുറഞ്ഞു കിട്ടും. ഫുള്ളായിട്ട് മാറത്തില്ല. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡുവേ, ജാക്കറ്റ് കാര്യങ്ങൾ. അപ്പം തെർമൽസും കാര്യങ്ങളും ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നവർ നല്ലത് നോക്കി മേടിക്കുക. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള കാരണം മേടിക്കുക. നാട്ടിൽ നിന്ന് ചുമ്മാ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ ഡുവേ നമുക്ക് വിൻ്ററിനും സമ്മറിനും പല ടോങ്കിലുള്ളുണ്ട്, അതായത് പല തിക്നെസ് ഉള്ളതുണ്ട്. അപ്പോൾ അത് നോക്കി മേടിക്കുക. പിന്നെ ജാക്കറ്റ് എപ്പോഴും വിൻ്ററിന് നമുക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടിയതും, അതുകൂടാതെ ഈ ഇവിടെ ഇപ്പോൾ എപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് മൾട്ടിപർപ്പസ് തണുപ്പിനെയും അതേ സമയത്ത് മഴയും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ്സ്. കാരണം അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടും, പക്ഷേ അത് നമുക്ക് വെർത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ചില പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ അറിയാവുന്ന കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.